ആർ യു ബ്ലസ്ഡ്? നിങ്ങൾ അനുഗ്രഹീതരാണോ എന്ന് ചോദിച്ചാൽ, ഓ അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ലാതെ പോകുന്നു എന്നാവും നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരുടെയും ഉത്തരം. ബ്ലസ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടല്ല, അങ്ങനെ പറഞ്ഞാണ് നമ്മുടെ ശീലം. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തെക്കുറിച്ച് ഓർക്കാറില്ല. നമ്മളെക്കാൾ മുകളിലുള്ളതിൽ മാത്രമേ നമ്മുടെ കണ്ണെത്തുന്നുള്ളൂ. താഴെയുള്ളതൊന്നും അല്ലെങ്കിൽ നമ്മളെക്കാൾ മോശം അവസ്ഥയിലുള്ളതിൽ ശ്രദ്ധ പതിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ഇന്ന് പുലർച്ചെ നമ്മൾ കിടക്കയിൽ നിന്ന് ആരോഗ്യത്തോടെ എഴുന്നേറ്റില്ലേ, ഉന്മേഷത്തോടെ? അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര അനുഗ്രഹീതരാണ് എന്നറിയുമോ? ലോകത്ത് ഏതാണ്ട് 50 ദശലക്ഷത്തിന് മേലെ ആളുകൾക്ക് ഇന്ന് ഈ പ്രഭാതം കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. യുദ്ധത്തിന്റെ ഭയാനകമായ അവസ്ഥയോ, തടവറയിലെ ഏകാന്തമായ പീഡനത്തിന്റെ വേദനയോ, പട്ടിണിയുടെ കഠിന നോവോ നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര അനുഗ്രഹീതരാണ് എന്നോർത്തു നോക്കൂ. ലോകത്ത് 500 ദശലക്ഷത്തിന് മേലെ ആളുകൾ ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ കഴിയുന്നുണ്ട്. നാളത്തേക്കുള്ള ഭക്ഷണം കരുതി വച്ചിട്ടുണ്ടെങ്കിൽ, ധരിക്കാൻ വസ്ത്രം അലമാരയിലുണ്ടെങ്കിൽ, കാറ്റും വെയിലും മഴയും കൊള്ളാതെ അടച്ചുറപ്പുള്ള ഒരു കൂരയുണ്ടെങ്കിൽ നമ്മൾ എത്ര അനുഗ്രഹീതരാണ്. കാരണം ലോകത്തിലെ ജനസംഖ്യയുടെ നല്ലൊരു ശതമാനത്തിനും ഇപ്പറഞ്ഞത് ഒന്നുമില്ല. നമുക്ക് തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയുന്നില്ലേ? പിറന്ന നാടിനെയോർത്ത്, അതിന്റെ മഹത്വമോർത്ത് അഭിമാനിക്കാൻ സാധിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര അനുഗ്രഹീതരാണ്. കാരണം ലോകത്ത് അഭയാർത്ഥികളുടെ എണ്ണം നാൾതോറും പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ അനുഗ്രഹീതരാണെന്ന് നോക്കൂ. ഇനി ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, ആർ യു ബ്ലസ്ഡ്? യെസ് എന്ന ഉത്തരം പറയാൻ മടി കാണിക്കുന്നവർ കുറവായിരിക്കും എന്ന് വിശ്വസിച്ചോട്ടെ. കുറഞ്ഞപക്ഷം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്ക് എമിറേറ്റ്സ് വിമാനം EK 521 യാത്ര ചെയ്തവരെങ്കിലും ഏകസ്വരത്തിൽ പറയും, അതെ, ഞങ്ങൾ അനുഗ്രഹീതരാണ് എന്ന്. തലനാരിഴയ്ക്ക് ജീവിതം തിരിച്ചു കിട്ടിയവർക്ക് അങ്ങനെയല്ലാതെ പറയാൻ കഴിയില്ല. ജീവൻ തിരിച്ചു കിട്ടുന്നത് വെറും 1.5 മിനിറ്റിന്റെ ഇടവേളയിലാണ് എന്നുകൂടി ഓർക്കുക. അതിനർത്ഥം നമ്മുടെ ഈ ജീവിതയാത്രയിലെ ഓരോ സെക്കൻഡിനും എത്ര വിലയുണ്ടെന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ബുധനാഴ്ച രാവിലെ 10:19 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട വിമാനം 12:45 ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനലിന് മുന്നിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. 7 കുഞ്ഞുങ്ങളടക്കം 282 യാത്രക്കാരും 18 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. വേനൽ അവധി കഴിഞ്ഞ് കുടുംബസമേതം മടങ്ങിയവരായിരുന്നു കൂടുതലും. വിമാന ജീവനക്കാരുടെയും വിമാനത്താവള അധികൃതരുടെയും സംയോജിത ഇടപെടൽ കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിഞ്ഞുപോയത്. ഇതിനിടയിൽ കൃത്യനിർവഹണത്തിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ട ഫയർ ഫൈറ്റർ റാസൽ ഖീമ സ്വദേശി യാസിൻ ഈസ മുഹമ്മദ് ഹസൻ ഒരു നൊമ്പരമായി മാറി. വെറും 90 സെക്കൻഡ് കൊണ്ട് 300ഓളം പേരുടെ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ ഒരാളുടെ ജീവൻ പൊലിഞ്ഞത് വേദനയല്ലാതെ മറ്റെന്താണ് സമ്മാനിക്കുക? എങ്കിലും ജീവിതം ഇതൊക്കെയാണെന്ന് നമ്മളെയൊക്കെ പഠിപ്പിക്കുകയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ. മുകളിൽ മാത്രമല്ല, താഴെയും ചില ജീവിതങ്ങളുണ്ടെന്നും ഓരോ നിമിഷവും ജീവിക്കാനുള്ളതാണെന്നും നമ്മൾ എത്രയോ അനുഗ്രഹീതരാണെന്നും ഓർക്കാൻ ചില ഷോക്ക് ട്രീറ്റ്മെന്റുകൾ. ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒരാവർത്തി കൂടി ചോദിക്കട്ടെ, ആർ യു ബ്ലസ്ഡ്?